ഫ്രണ്ട്സ്, ഇപ്പോൾ ചക്ക സീസണാണല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും ചക്കയെല്ലാം കിട്ടുന്ന സീസണാണ്. അതുകൊണ്ട് നമുക്കിന്ന് ചക്ക വെച്ചിട്ടൊരു ചക്ക വരട്ടി ഉണ്ടാക്കാം. നമുക്ക് വളരെ എളുപ്പത്തിലും എന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചക്ക വരട്ടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചക്ക വരട്ടാനായിട്ട് ഞാനിവിടെ ഒരു 30ഓളം ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് മിക്സിയിലോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ചക്കയെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുത്ത് നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാലും പിന്നെ ഒരു 1/2 കപ്പോളം ശർക്കര തിക്കായിട്ട് ഉരുക്കി വെച്ചതാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ചക്ക വരട്ടിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഈ ചക്ക അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലോട്ട് ഈ സമയം തന്നെ ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് എടുത്തു വെച്ച തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ശർക്കരയെല്ലാം നമ്മൾ മധുരത്തിന് അനുസരിച്ച് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയായി വരും. അതുകൊണ്ടാണ് 3ഉം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പം എല്ലാം കൂടെ നന്നായി ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഇളക്കിയിട്ടൊന്ന് തിക്നെസ് ആവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാനിത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും തന്നെ ഇത് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പോ ബദാമോ എന്തെങ്കിലും ഒന്ന് പൊടിച്ച് വെച്ചത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ഇത് നന്നായി കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ സമയം ഫ്ലേവറിനായിട്ട് വേണമെങ്കിൽ ഏലക്കായ പൊടിച്ചതോ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 10 മിനിറ്റ് കൂടെ ആകുമ്പോഴേക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇളക്കി കൊടുത്തിരുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ടൈറ്റാക്കി എടുക്കണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ അധികം അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. നല്ല തിക്കായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളറെല്ലാം മാറിയിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ സമയം ഇനി നമുക്ക് ഇതിൽ നിന്ന് പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഇത് അതിലോട്ട് മാറ്റാം. വെറും അരമണിക്കൂറിനുള്ളിലാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുത്തത്. ഇനി തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.